ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് വൈകുന്നേരത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് വായിച്ചാണ് വന്നിട്ടുള്ളത്. ഗായ്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല സൈഡിൽ ബെല്ലൈക്കല്ലേ അതിൽ ഓൾ വേണം നിൽക്കാൻ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഗായ്സ്. കോഴി മുട്ടയാണ്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ എത്ര ചേർക്കുന്ന എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഏലക്കായ് പൊടിയാണേ, അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ആരും ഒഴിവാക്കാൻ പാടില്ല. ഈ സ്റ്റെപ്പാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഇത്. ബേക്കിംഗ് സോഡൻ്റെ അളവ് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിലാച്ച എഴുതാം. നല്ലോണം ബീറ്റ് ചെയ്യണേ ഗൈസ്. കണ്ടാ നല്ല വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അങ്ങനെ ബീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അതിലേക്ക് റവ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. നമുക്ക് മൈദപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മൾ അതിലേക്ക് നെയ്യ് ചേർക്കുന്നുണ്ട്. പശു നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം കുഴക്കുന്നുണ്ട് ഗൈസ്. ഈ കുഴയിലാണ് ഈ അപ്പം റെഡി ആവുക. നമ്മളിത് നല്ലോണം കുഴച്ചിട്ടില്ലെങ്കിൽ അപ്പം നമ്മളെ കൊളാവും ഗൈസ്. അതുകൊണ്ട് നല്ലോണം കുഴച്ച് വെക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ റോളാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഓരോ ഷേപ്പിലാക്കിയിട്ട് മുറിച്ചിട്ട് എണ്ണയിലിട്ട് കോരിയെടുക്കുകയാണ്. നമ്മളിത് സൺഫ്ലവറിലേ പൊരിക്കാൻ പാടുകയുള്ളൂ ഗൈസ്. വെളിച്ചെണ്ണയിലോ ഒന്നിലും പൊരിക്കാൻ പാടില്ല. ഇത് സൺഫ്ലവറിൽ മാത്രമേ പൊരിക്കാൻ പാടുള്ളൂ. നേരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ മുറിക്കുന്നുണ്ട്. നമ്മളെ ഓയിലിവിടെ ചൂടാകുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ ഓയിൽ ഇവിടെ റെഡി ആകുന്നുണ്ട്. നമ്മളെ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച നമ്മളെ മുട്ടാപ്പ അതിലേക്ക് ഇടുന്നുണ്ട്. ഇതിൻ്റെ പേര് മുട്ടാപ്പ എന്നാണ്. ഓരോ നാട്ടിലും ഓരോ പേരാണ് ഗൈസിന്. നമ്മുടെ കണ്ണൂർ ഭാഗത്തെല്ലാം ഇതിനെ മുട്ടാപ്പ എന്നാണ് വിളിക്കുക. നമ്മൾ നല്ലോണം ഓയിലിൽ പൊരിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാറേ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നമ്മളപ്പം കൊളായിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഇത് പൊരിച്ചെടുക്കാൻ നോക്കണം. അല്ല, ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം ഗൈസ്. അങ്ങനെ നമ്മൾ കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക ഗൈസ്. നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കെല്ലാം പറ്റിയൊരു സ്നാക്കാണ് ഗൈസ്. നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് ഇതാക്കി കൊടുക്കാം. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഗൈസ്. നമ്മൾ വീണ്ടും അതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലെല്ലാം കൊടുത്താക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. നമുക്ക് അവർക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണിത്. എല്ലാം കൊടുക്കാം നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കുട്ടികൾക്ക്. അങ്ങനെ നമ്മുടെ മുട്ടാപ്പ ഇവിടെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റിയാണ് ഗൈസ്. പുറമാണെങ്കിൽ നല്ല കറുമുറ കഴിച്ച്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.